നമസ്കാരം. സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളാകാൻ തയ്യാറെടുക്കുന്നവരും വലിയ തിരക്കിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ അങ്കച്ചൂടിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ട് ജഗതിയെ കാണാൻ ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി A സമ്പത്ത് എത്തി. പേയാടുള്ള വസതിയിലെത്തിയാണ് സമ്പത്ത് ജഗതിയുടെ അനുഗ്രഹം തേടിയത്. അതേസമയം പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത തിരുവനന്തപുരം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി. തിരുവനന്തപുരത്ത് നിന്ന് ജീവൻകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തകൃതിയായ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി LDF സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്തെമ്പാടുമായി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. പ്രധാനമായും മുതിർന്ന ആളുകളെയും അതോടൊപ്പം പൗരമുഖ്യന്മാരെയും നേരിൽ കാണുക എന്നതാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത്. ഒപ്പം കമ്പോളങ്ങളിൽ അടക്കം എത്തി വോട്ട് ചോദിക്കുക, അതോടൊപ്പം തന്നെ പൗര പ്രമുഖരെ നേരിൽ കണ്ട് വോട്ടുറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത് തൻ്റെ മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ഹാസ്യ സാമ്രാട്ട് പ്രിയ താരം ജഗതി ശ്രീകുമാറിനെ അദ്ദേഹത്തിൻ്റെ പേയാടുള്ള വസതിയിൽ എത്തി വോട്ട് അഭ്യർത്ഥന നടത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി. ഭാര്യ സമേതനായിട്ടാണ് ഡോക്ടർ A സമ്പത്ത് എത്തിയത്. IB സതീഷ് കാട്ടാക്കടയുടെ MLA അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വീട്ടിലെത്തി ഡോക്ടർ A സമ്പത്തുമായി ജഗതിയോട് സമ്പത്ത് കുശലാന്വേഷണം നടത്തി. താൻ സ്ഥാനാർത്ഥിയായി വീണ്ടും ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഹൃദ്യമായ ഒരു ചിരി കൊണ്ടായിരുന്നു ജഗതി അതിനെ നേരിട്ടത്. എന്തായാലും ജഗതിയെ നേരിൽ ഒരിക്കൽ കൂടി എത്തി കാണാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ് എന്ന് ഡോക്ടർ A സമ്പത്ത് പറഞ്ഞു. അതോടൊപ്പം മൗനം ആണ് ചിലപ്പോൾ ഇത്തരമുള്ള കൂടിക്കാഴ്ചകൾക്ക് വാചാലമായ മറുപടികളേക്കാൾ നല്ലത് എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തികച്ചും വൈകാരികമായിട്ടാണ് ഡോക്ടർ A സമ്പത്ത് മറുപടി പറഞ്ഞത്. Sometimes the silence is much stronger than the noise and the voice. അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ എല്ലാവർക്കും ഉള്ളത്. നമുക്കെല്ലാവർക്കും കാരണം അങ്ങനെയാണ്. തിരുവനന്തപുരത്തെ 2 ലോക്സഭാ മണ്ഡലം കമ്മിറ്റികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പങ്കെടുത്ത 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന യോഗം ഉച്ചയ്ക്ക് 1:30 അവസാനിച്ചത്. ഇതുവരെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം പാർട്ടി സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. ഇനി ഉള്ള പോരായ്മകൾ, വരും ദിവസങ്ങളിൽ ഇടപെടേണ്ട മേഖലകൾ, അതോടൊപ്പം ഇതുവരെ നിൽക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം എന്നത് വിലയിരുത്തുകയായിരുന്നു ലക്ഷ്യം. വരും ദിവസങ്ങളിലും മുതിർന്ന നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങൾ സംസ്ഥാനത്തെമ്പാടുമായി ചേരാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. നന്മയുടെ രാഷ്ട്രീയത്തിന് വോട്ടെന്ന മുദ്രാവാക്യമുയർത്തി കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ പ്രചരണം ശക്തിപ്പെടുത്തി. ചടയമംഗലത്തായിരുന്നു ഇന്നത്തെ പ്രചരണം. അതേസമയം കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു. കൊല്ലത്ത് നിന്ന് രാജ്കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. നന്മയുടെ രാഷ്ട്രീയത്തിന് ഒരു വോട്ട്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്നും നന്മയുടെ പക്ഷത്താണ്. തിന്മയ്ക്കെതിരായിട്ടാണ് ഇടതുപക്ഷം എന്നും പോരാടിയിട്ടുള്ളത്. ആ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊല്ലം പാർലമെന്റിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ വോട്ടർമാരെ സമീപിക്കുന്നത്. ഇന്ന് ചടയമംഗലം മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം വോട്ടഭ്യർത്ഥന നടത്തി. കടകമ്പോളങ്ങൾ, അതുപോലെ തന്നെ വ്യക്തികൾ, നിരവധി വോട്ടർമാരെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് വോട്ടഭ്യർത്ഥിക്കാനായി. ഒപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രത്യേകം യോഗം ചേർന്നു. അവലോകന യോഗമായിരുന്നു. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഇനി മുന്നോട്ട് പോകേണ്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം ഏത് രീതിയിലായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അതീവ ഗൗരവമായിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. മുഖ്യമന്ത്രി അതിനുള്ള നിർദ്ദേശങ്ങളും നൽകി. മന്ത്രി തോമസ് ഐസക്, മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, സെക്രട്ടറി പാർലമെന്റ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി K വരദരാജൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ ഇന്ന് ഇരവിപുരം മണ്ഡലത്തിലാണ് വോട്ട് അഭ്യർത്ഥിച്ച് വോട്ടർമാരെ സമീപിച്ചത്. LDF-ന്റെ കൺവെൻഷനുകൾ തുടരുന്നു. UDF-ന്റെ കൺവെൻഷനും പല മണ്ഡലങ്ങളിലായി തുടരുന്നുണ്ട്. എന്തായാലും കനത്ത ചൂടിലും ശക്തമായ ഒരു പോരാട്ടത്തിന്റെ ഇതിലാണ് ഇപ്പോൾ കൊല്ലം മണ്ഡലം കടന്നുപോകുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ മധ്യകേരളത്തിലും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ്.
മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളാണ് എറണാകുളവും ചാലക്കുടിയും. എറണാകുളത്ത് പി രാജീവും ചാലക്കുടിയിൽ ഇന്നസെന്റും തെരഞ്ഞെടുപ്പ് പ്രചാരണം ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞു. കൊച്ചിയിൽ നിന്നും KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിൽ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. എറണാകുളം മണ്ഡലത്തിലാണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കാൻ പോകുന്നത്. കാരണം KV തോമസിന് തന്നെയായിരിക്കും സീറ്റ് എന്ന് ഉറപ്പിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഹൈബി ഈഡന് നറുക്ക് വീഴുകയായിരുന്നു. അട്ടിമറി നീക്കത്തിലൂടെ ഹൈബി ഈഡനെ എറണാകുളം മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹൈബി ഈഡൻ നേരിടേണ്ടി വരുന്നത് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്ന P രാജീവിനെയാണ്. അതുകൊണ്ട് തന്നെ മത്സരം ശക്തമാകും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് എറണാകുളത്ത് നിന്ന് പാർലമെന്റിലേക്ക് എത്തിയതെങ്കിലും ഇത്തവണ മത്സരം കൂടുതൽ കടുപ്പമുള്ളതാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. LDFന്റെ പ്രചാരണം ആദ്യഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. 2ാം ഘട്ട പ്രചാരണത്തിലേക്ക് LDF കടന്നിരിക്കുന്നു. അതേസമയം വൈകിയാണ് UDFന്റെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം അടുത്ത ദിവസം മുതൽ തന്നെ തുടങ്ങും. അതേസമയം ചാലക്കുടി മണ്ഡലത്തിലും മത്സരം ശക്തമാകും. കാരണം ചാലക്കുടി മണ്ഡലത്തിൽ സിറ്റിംഗ് MP ആയ ഇന്നസെന്റ് ആണ് 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നസെന്റ് ആണ് ഇവിടെ നിലവിൽ ജനപ്രതിനിധി. ഇന്നസെന്റിന്റെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയിരിക്കുന്നു. ഒപ്പം ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി UDF കൺവീനർ ബെന്നി ബെഹനാനിയാണ് പ്രഖ്യാപിച്ചത്. ബെന്നി ബെഹനാന്റെ പ്രചാരണം നാളെ മുതൽ തന്നെ തുടങ്ങും. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഈ ചാലക്കുടിയിലും എറണാകുളത്തും നടക്കുക എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ എല്ലാവരും പ്രചാരണ രംഗത്ത് കൂടുതൽ ഊർജിതമായി അടുത്ത ദിവസം മുതൽ തന്നെ രംഗത്തുണ്ടാകും. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. അതേസമയം വലതുപക്ഷ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടന്റെ പ്രചാരണം UDFൽ മന്ദഗതിയിലാണ്. VN വാസവന്റെ വോട്ടഭ്യർത്ഥിച്ചുള്ള പ്രചരണ പരിപാടികൾ ബഹുദൂരം മുന്നിലുമാണ്. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡല കൺവെൻഷനുകളും പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇടതുമുന്നണി 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി പ്രാദേശിക കൺവെൻഷനുകളിലും അതോടൊപ്പം തന്നെ മറ്റ് ഭവന സന്ദർശനങ്ങളിലേക്കുമെല്ലാമാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ശ്രദ്ധ. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥി VN വാസവൻ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, തൊഴിൽ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികൾ എന്നിവരെല്ലാം തന്നെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. എന്തായാലും ഇതുവരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സംതൃപ്തി പ്രകടിപ്പിച്ച അദ്ദേഹം വിജയപ്രതീക്ഷയുമാണ് പങ്കുവച്ചിട്ടുള്ളത്. മുമ്പ് കാലഘട്ടങ്ങളിൽ UDFന് അനുകൂലമായി നിന്ന വോട്ടർമാരുൾപ്പെടെ ബഹുജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനൊക്കെ അനുകൂലമായി വരുന്ന പൊതു സാഹചര്യം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പ്രദേശത്തും. അതേറെ ആത്മവിശ്വാസം പകരുന്നു. അതേസമയം കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് വിട്ടുനിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരെയും കൂടി ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പങ്കുവച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രചരണ രംഗത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് തോമസ് ചാഴികാടനും പങ്കുവച്ചിട്ടുള്ളത്. UDFന്റെ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് UDFന്റെ ഒരു പ്രചരണ പരിപാടിയായി മുമ്പോട്ട് പോകാൻ തുടങ്ങാത്തത്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നോട്ട് പോയ ഇടതുമുന്നണിക്കൊപ്പം എത്താൻ കേരള കോൺഗ്രസ് എമ്മിന് നന്നേ വിയർക്കേണ്ടി വരും. ഇടുക്കി സീറ്റിനായി KM മാണിയുടെ അംഗം കുറിച്ച PJ ജോസഫ് ഉടവാൾ ഓറയിലിട്ട് കീഴടങ്ങിയെന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായ കാര്യം. തനിക്കും ജോസ് കെ മാണിക്കും പാർട്ടിക്കുള്ളിൽ 2 നീതിയെന്ന് വിലപിച്ച PJ ജോസഫ് ഉൾപാർട്ടി ജനാധിപത്യത്തിനായി പോരാടുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇടുക്കിയിൽ നിന്നും സമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിൽ ഏകാധിപത്യമാണ്, തനിക്കും ജോസ് കെ മാണിക്കും ഇരട്ട നീതിയാണ് എന്നും PJ ജോസഫ് പ്രതികരിച്ചു. ശ്രീ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചപ്പോൾ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി കൂടിയാണ് ആ നിശ്ചയം എടുത്തത്. അതുപോലെ തന്നെ അത് മാണി സാറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. പാർലമെന്ററി പാർട്ടിയിൽ ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചു, നടപ്പാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു. ജോസ് കെ മാണിയെ തിരഞ്ഞെടുത്ത ആ രീതിയാണെങ്കിൽ പാർലമെന്ററി പാർട്ടി കൊണ്ട് മറ്റൊരു ചർച്ചയില്ല, തീരേണ്ടതാണ്. പക്ഷെ അതിന് പകരം മറ്റെന്തോ നീക്കങ്ങൾ നടത്തി. കോട്ടയത്ത് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട PJ ജോസഫിനെ വേണമെങ്കിൽ ഇടുക്കിയിൽ മത്സരിക്കാമെന്നും അങ്ങനെ മത്സരിക്കുകയാണ് എങ്കിൽ അത് കൈപ്പത്തിയിൽ തന്നെയാകണം എന്നുമാണ് ഉമ്മൻചാണ്ടിയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ PJ ജോസഫിന് നൽകിയ നിർദ്ദേശം. കോൺഗ്രസുകാരല്ലാത്ത എന്നെ മത്സരിപ്പിക്കാം, ഒറ്റ കണ്ടീഷൻ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാം.
ഞങ്ങൾക്ക് സ്വീകാര്യമായില്ല. കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് താൻ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജനാധിപത്യ സംവിധാനങ്ങളെ നിലനിൽക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി തന്റെ പോരാട്ടം പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പോരാട്ടം തുടരുമെന്നും UDF-ന്റെ നേതാക്കൾ ദില്ലിയിലാണ്. അവർ തിരിച്ചെത്തിയാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് PJ ജോസഫ് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മധ്യ കേരളത്തിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു.